2018 സിനിമയുടെ നായിക തൻവിയാണിത്. തൻവി വിളിച്ചതും സെൽഫി എടുക്കാനായിട്ട് വന്നു കേട്ടോ. ഹായ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗുരുവായൂരത്തെ ഒരു കല്യാണമാണ് ഇല്ലേ? ഗുരുവായൂരത്തെ കല്യാണം എങ്ങനെയാണ്, അത് എന്താണ് അതിൻ്റെ സെറ്റപ്പ്, നമ്മൾ അവിടെ നിന്ന് ടോക്കൺ എടുത്ത് അത് നമുക്ക് കാണാം. അങ്ങനെ എല്ലാവരും കല്യാണ സ്ഥലത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം പോകുന്ന വഴിക്ക് ഈ മുല്ലപ്പൂ ഉണ്ടപ്പം എല്ലാവരും അത് വാങ്ങാനായിട്ട് വന്നു. അപ്പം ഇതൊക്കെ ഇവിടുത്തെ ഒരു കാഴ്ചകളാണ്. ഈ മുല്ലപ്പൂ മാലയൊക്കെ വരുന്ന വഴിക്ക് തലയിൽ കെട്ടി ചെറുക്കനും പെണ്ണും ഒക്കെ റോഡ് സൈഡിൽ കൂടി, എന്ന് വെച്ചാൽ താമസിക്കുന്ന ഹോട്ടൽ റൂം തൊട്ട് അമ്പലം വരെ ഇങ്ങനെ എല്ലാവരും നടന്ന് വരിവരിയാ പോവും. അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള കാഴ്ചകളാണ് ഇത്. പിന്നെ ഇവിടുത്തെ ഒരു കല്യാണത്തിൻ്റെ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ടൈം കൊടുക്കും. അപ്പോൾ ആ ഒരു ടൈമിന് നമ്മൾ തുണ്ടും വാങ്ങിച്ച് ആ ഒരു കല്യാണം നടക്കുന്ന സ്ഥലത്തെത്താം. അങ്ങനെ എല്ലാം കഴിയും. നമ്മൾ ഇനി കറക്റ്റ് ആ ടൈമിൽ തന്നെ അവിടെ എത്തും. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയപ്പോഴത്തേക്ക് സമാധാനമായിട്ട് നടന്നു പോകാമല്ലോ. അപ്പം പോകുന്ന വഴിക്ക് വീഡിയോഗ്രാഫേഴ്സൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. നമ്മുടെ തൻവി അവിടെ ഉണ്ടായിരുന്നു, സിനിമ നടി 2018 സിനിമയിൽ. അങ്ങനെ തൻവിയുടെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് പെർമിഷൻ ചോദിച്ചു. അങ്ങനെ തൻവി കൂളായിട്ട് വന്ന് തന്നെ അവരെ പരിചയപ്പെട്ടു, അവരുടെ കൂടെ വന്ന് ഫോട്ടോയൊക്കെ എടുത്തു. വളരെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ഞാൻ 2018 സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ തൻവി കൂളായിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് പോയി. വേറെയും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം തൻവിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം. എന്റെ പുറകിൽ ഒരുങ്ങി കുറെ പേര് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അല്ല, 2 പേര്. ബാക്കി ഒരു സുന്ദരി കുത്തുണ്ട്, നമ്മളെ മാളൂസ്, പൊന്നു. ഒരാളിതാ ഇപ്പൊ വന്നേ ഉള്ളു. ടാറ്റ കൊടുക്കും. കണ്ടില്ലേ, വരിയ ഒരു പടയ്ക്കുള്ള ആളുണ്ട്. നമ്മൾ ഇത്രയും പേരെന്താ ഇവിടെ ക്ഷേത്രത്തിലെത്തി. ഇനി കല്യാണ തിരക്കിലേക്ക് പോവാണ്. ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് കല്യാണം ഇന്നുണ്ട്. 5 മണി തൊട്ട് തുടങ്ങിയതാ. ഇത് വേറൊരു കല്യാണ പാർട്ടിയാണ് അങ്ങോട്ട് പോകുന്നത്. ഇല്ല, ഒരുപാട് കല്യാണം ഉണ്ടെന്ന്. 5 മണി തൊട്ട് തുടങ്ങിയതാണ്. 5 മണിക്ക് നമ്മൾ തൊഴുതിറങ്ങിയപ്പോഴേ ആൾക്കാർ പോകുന്നുണ്ട്. ഇവിടെ കല്യാണത്തിന് വന്നവരാണ് ഇതൊക്കെ. ഒരുപാട് പേരുണ്ട്. കല്യാണ പെണ്ണിൻ്റെ അമ്മ. അങ്ങനെ ഇവിടെ ഓരോ സൈഡിലും ഓരോ കല്യാണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ടോക്കൺ നമ്മൾ അവിടെ പോയി വാങ്ങണം. ആ ഒരു ടോക്കൺ, അതായത് ആ തുണ്ട് രസീതുമായിട്ട് ചെറുക്കനും പെണ്ണും ഇവിടെ വന്ന് കാണിക്കുമ്പോൾ അവരെ അകത്തോട്ട് കയറ്റും. അതും അവരുടെ കൂടെ റിലേറ്റീവ്സ് ആരാണോ അവരെയും കൂടി അകത്തോട്ട് കയറ്റി മന്ത്രങ്ങളൊക്കെ ചൊല്ലി കല്യാണം ആ ഒരു ചടങ്ങ് ആ ഒരു സമയത്ത് തന്നെ നടക്കും. കണ്ടില്ലേ, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഈ ഒരു ബാരിക്കേഡ് കെട്ടി അതിൻ്റെ പുറത്ത് നിൽക്കുക. പുറത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ കാണാം. വളരെ വേണ്ടപ്പെട്ട ഒരു 3-4 പേരെ മാത്രമേ കൂടെ കയറ്റി വിടും. അതിനുശേഷം അവർക്ക് വേണമെങ്കിൽ അത് എടുത്തുള്ളൂ. കല്യാണം അടിപൊളിയായിരിക്കുകയാണ് അല്ലേ? കല്യാണം കണ്ടല്ലേ? ഒരു കല്യാണത്തിന് വന്ന് കുറേ കല്യാണങ്ങൾ. യാത്ര തിരിച്ചു ഗുരുവായൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക്. അത് നല്ല വയലും പച്ചപ്പും ഒക്കെ ആയിരുന്നു ആ ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ട്രെയിൻ ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർ വരെ ഉള്ളൂ. തൃശ്ശൂരിൽ നിന്ന് നമുക്ക് വേറെ കണക്ഷൻ ട്രെയിനിൽ കയറി കൊല്ലത്തോട്ടും തിരുവനന്തപുരത്തോട്ടൊക്കെ പോവാം. 10 രൂപയേ ഉള്ളൂ കേട്ടോ ഇതിൽ ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർ വരെ. ഇത് പാസഞ്ചറാണ്. 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് തൃശ്ശൂർ വരെ ഉള്ളത്. 20 മിനിറ്റ് കൊണ്ടങ്ങ് എത്തും. പോകുന്ന വഴിക്ക് നല്ല മനോഹരമായ കാഴ്ചകളെ കണ്ടുപോകാം. ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ, സൈനിങ് ഓഫ്.